Hi friends, welcome back to the second part of moving charges and magnetism. Before watching this video, you should make sure that all the topics explained in the first part is clear to you and there is no doubt anymore. Second part നമ്മൾ തുടങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്യാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാര്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിംഗ് ചാർജ് ഡ്യൂ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു അല്ലേ. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? F is equal to QVB sin theta. ഇത് മാഗ്നിറ്റ്യൂഡ്, ഇതിന്റെ വെക്ടർ ഫോം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. F is equal to Q times V cross B. F is equal to Q times V cross B, and the direction of force is perpendicular to the plane containing velocity vector and magnetic field vector. ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്കിൽ, ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്കിൽ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്കിൽ, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തോട്ടോ അകത്തോട്ടോ ആയിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇനി വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വേണമെങ്കിലും ഉപയോഗിക്കാം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളും ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എങ്ങനെ ഉപയോഗിക്കുക നോക്കിയേ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രൂ തിരിക്കുക. വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ സ്ക്രൂ തിരിക്കുമ്പോൾ സ്ക്രൂ ഇതാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സ്ക്രൂ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചാൽ സ്ക്രൂ അകത്തോട്ടാ പോവുക. എന്ന് വെച്ചാൽ ഈ സ്ക്രൂ അകത്തോട്ട് ഇങ്ങനെ കയറി പോകും. സ്ക്രൂ അകത്തോട്ട് കയറുമ്പോൾ അതിനർത്ഥം ഫോഴ്സ് അകത്തോട്ടാണ് എന്നാണ്. ഇവിടെ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്രൂ തിരിച്ചാൽ അകത്തോട്ടായിരിക്കും കയറി പോവുക വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിലോട്ട്. ഇനി അതല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ, മിഡിൽ ഫിംഗർ വെലോസിറ്റി ഡയറക്ഷനിൽ വെച്ചാൽ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇതാ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ വെച്ചു, മിഡിൽ ഫിംഗർ വെലോസിറ്റിന്റെ ഡയറക്ഷനിൽ, വെലോസിറ്റി എങ്ങോട്ടാ? മുകളിലോട്ടാ. അപ്പൊ ഞാൻ മിഡിൽ ഫിംഗർ മുകളിലോട്ടാക്കി. സോ വെലോസിറ്റി ഡയറക്ഷൻ മിഡിൽ ഫിംഗർ. ഇപ്പൊ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? അകത്തോട്ടാ. ഇതിന്റെ അടുത്ത ഫോഴ്സ് എങ്ങോട്ടാ വരുന്നത്? അകത്തോട്ടാണ്. വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാൻ പറ്റും ഇതിന്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ചെയ്യുന്നത് വെച്ചാൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് ഈ 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യാം. അപ്പൊ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? ആ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. എങ്ങനെയാ? ഈ 4 ഫിംഗേഴ്സും വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. നോക്കൂ, ഇവിടെ വെലോസിറ്റി എങ്ങോട്ടാ? മുകളിലോട്ടാ. ഞാൻ അങ്ങോട്ട് 4 ഫിംഗേഴ്സ് വെച്ചു. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എവിടെയാണ്? അങ്ങോട്ടാണ്. അപ്പൊ ആ ഭാഗത്തോട്ട് ഞാൻ ഈ 4 ഫിംഗേഴ്സും ഫോൾഡ് ചെയ്യാണ്. ഫോൾഡ് ചെയ്യുമ്പോഴാ ഇപ്പൊ എങ്ങോട്ടാ തമ്പ് നിൽക്കുന്നത്? അകത്തോട്ടാ. ഫോഴ്സ് എങ്ങോട്ടാ? അകത്തോട്ടാണ്. ഓക്കെ, ഇനി വേറെ കേസ് നോക്കൂ. വെലോസിറ്റി ഇതാ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവിടെ ഞാൻ തമ്പ് 4 ഫിംഗേഴ്സും ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് അർത്ഥമല്ല. നമ്മൾ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ തിരിക്കുന്നു. എന്നിട്ട് വെലോസിറ്റി ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യുന്നു. തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? പുറത്തോട്ട്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദിസ് ബോർഡ്. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചിരുന്ന മറ്റൊരു സംഭവമായിരുന്നു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിംഗ് ചാർജ് ഡ്യൂ ടു എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് E plus V cross B. ഈ ഫോഴ്സിനെ വിളിച്ച പേരെന്തായിരുന്നു? ഓർക്കുന്നുണ്ടാവും. ഈ ഫോഴ്സിനെ വിളിച്ച പേരെന്തായിരുന്നു? ലോറൻസ് ഫോഴ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, അതിന്റെ ട്രജക്ടറി എന്തായിരിക്കും എന്നാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻ മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ in a magnetic field. Motion of charged particle in a magnetic field. Motion of charged particle in a magnetic field. നോക്കുക, നമ്മൾ ഫസ്റ്റ് പാർട്ടില്
ഫോഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ, ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ മൂവിംഗ് ചാർജ് due to a magnetic field, and then we discussed about the force experienced by a moving charge in combined electric and magnetic field, in a electromagnetic field, അതായത് ലോറൻസ് ഫോഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ motion of charged particle in a magnetic field, and later we will discuss about the motion of charged particle in combined electric and magnetic field. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി, ആ ഓർഡർ ഇങ്ങനെ നോക്കിയാൽ മതി. ആദ്യം ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, then force due to a combined electric and magnetic field. Now motion in a magnetic field, next motion in a combined electric and magnetic field. Okay, നോക്കാം. അതിൽ ആദ്യത്തെ കേസ് നോക്കുക, a charged particle. ഫസ്റ്റ് കേസ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ a charged particle moving along or across the field, not across, along or against the field. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് along അല്ലെങ്കിൽ against മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദിസ് മാനർ. നോക്കുക, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. And this charged particle is trying to move along the field. ഇതല്ലേ along the field എന്ന് പറഞ്ഞാൽ അർത്ഥം, അല്ലെങ്കിൽ against the field. Along the field എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, against the field പറഞ്ഞാൽ ഇങ്ങനെ, അല്ലെ? ഇത് രണ്ടാണെങ്കിലും നോക്കുക, along the field ആണെങ്കിൽ, if this is the velocity vector, then we can say that the magnetic field vector and velocity vector are parallel to each other. Then the angle between velocity vector and magnetic field vector is 0. Along the field ആണെങ്കിൽ theta എന്താണ്, 0 ഡിഗ്രി ആണ്. സപ്പോസ് against the field ആണ് വിചാരിക്കുക, against the field, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് against the magnetic field. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും theta is 180 ഡിഗ്രി. സംശയമില്ല എന്ന് വിചാരിക്കുന്നു. രണ്ട് കേസിലും എന്തായിരിക്കും ഫോഴ്സ്? F is equal to QVB sin theta. Sin theta യിലെ theta 0 or 180 ഡിഗ്രി, രണ്ടാണെങ്കിലും സൈൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. സോ ദ ഫോഴ്സ് വിൽ ബി 0. ഇതിന്റെ മുകളിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യൂല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. മാഗ്നിറ്റ്യൂഡ് അവിടെ നിൽക്കട്ടെ, ഡയറക്ഷൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അത് ഏത് ഡയറക്ഷനിലാണോ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ഇനീഷ്യലി ഈ ഡയറക്ഷനിലാണ്, ആ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് ഇങ്ങനെയാണ്, അത് ആ ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ഷൻ മാറുന്നില്ല, അത് ഡീവിയേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ പാത്ത് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ. ദിസ് പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് along a straight line. The particle will be moving along a straight line. ഓക്കെ, അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടോ ആന്റി പാരലൽ ആയിട്ടോ എൻറ്റർ ചെയ്താൽ അല്ലെങ്കിൽ അതിലൂടെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന്റെ പാത്ത് എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, കാരണം അതിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒന്നും ചെയ്യാൻ പറ്റൂല. മാഗ്നറ്റിക് ഫീൽഡിന് അതിന്റെ മുകളിൽ ഒരു ഫോഴ്സും എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് മൂവിങ് എലോങ് ഓർ അഗെയിൻസ്റ്റ് ദ ഫീൽഡ് എന്ന് വെച്ചാൽ മൂവിങ് പാരലൽ ഓർ ആന്റി പാരലൽ ടു ദ ഫീൽഡ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റെഡി? ഇത് നോക്കുക, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അക്രോസ് ദ ഫീൽഡ്. സെക്കൻഡ് കേസ് ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അക്രോസ് ദ ഫീൽഡ്. എന്ന് വെച്ചാൽ എന്താ? അക്രോസ് ദ റിവർ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ? പുഴക്ക് കുറുകെ ഇങ്ങനെ നമ്മൾ കിടക്കുന്നില്ല, അക്രോസ് ദ റിവർ എന്ന് പറയാം. അതുപോലെ അക്രോസ് ദ ഫീൽഡ് എന്ന് വെച്ചാൽ നോക്കൂ, ശരി ശ്രദ്ധിച്ചിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അക്രോസ് ദ ഫീൽഡ്. നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദിസ് ബോർഡ്. ഈ ബോർഡിന്റെ പ്ലെയിനിന് അകത്തോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ബോർഡിന്റെ
പ്ലെയിനിന് അകത്തോട്ടായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അക്രോസ് ദ ഫീൽഡ് എന്ന് വെച്ചാൽ വെലോസിറ്റി വെക്റ്റർ പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ അങ്ങനെ ആവണം. എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് അത് ഇനീഷ്യലി അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. നോക്കുക, ഇതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി B ആണ്. അത് അകത്തോട്ടാണുള്ളത്. അതിന് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫീൽഡ് ഉള്ളത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇതല്ലേ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് അതിന്റെ വെലോസിറ്റിന്റെ ഡയറക്ഷൻ. ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വെലോസിറ്റി വെക്റ്റർ ഈ ഡയറക്ഷനിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ തീറ്റ എത്രയാണ് വരുന്നത്? ഈ കേസിൽ തീറ്റ എത്രയാണ്? അക്രോസ് ദ ഫീൽഡ് ആകുമ്പോൾ തീറ്റ ഈസ് 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് F is equal to QBB sin തീറ്റയിലെ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാക്സിമം ആയിരിക്കും. കാരണം സൈഡ് 90ന്റെ വാല്യൂ മാക്സിമം ആണ്, 1 ആണ്. അപ്പൊ മാക്സിമം ഫോഴ്സ് അതിന് മുകളിൽ ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? മാക്സിമം ഫോഴ്സ് നമുക്കറിയാം QVB, അതാണ് മാക്സിമം ഫോഴ്സ്. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരിക? ഇതാണ് വെലോസിറ്റിന്റെ ഡയറക്ഷൻ അല്ലെ? രണ്ട് രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നേ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. എങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുക? വെലോസിറ്റിന്റെ ഡയറക്ഷൻ 4 ഫിംഗേഴ്സ് വെച്ചു. ഞാൻ ഇങ്ങനെ വെച്ചു വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, മുകളിലോട്ടാണെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. പക്ഷെ മുകളിലോട്ടല്ല, അകത്തോട്ടാണ്. അപ്പൊ എനിക്ക് അകത്തോട്ട് വേണം ഈ 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ 4 ഫിംഗേഴ്സും ഇങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് ഫോൾഡ് ചെയ്തു. ഓക്കെ, അപ്പൊ തമ്പ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? മുകളിലോട്ടാണ് നിൽക്കുന്നത്. അതിനർത്ഥം ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് F. ഓക്കെ, അപ്പോ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്ത ഈ ഫോഴ്സ് കാരണം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ പിടിച്ച് മുകളിലോട്ട് വലിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യില്ലേ? യെസ്. അപ്പൊ അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്തു. ഇപ്പൊ ഇതാണ് കേട്ടോ പാത്ത്. അതിന്റെ പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ എത്തി. ഇപ്പൊ ഇവിടെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉള്ളത്. ഇനി ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എങ്ങോട്ടാണുള്ളത്? ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഉണ്ടാവുക. ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി ഉള്ളത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് വെലോസിറ്റി. ഇത് രണ്ടും എന്താണ്? ഇത് വെലോസിറ്റി, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ വീണ്ടും മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കിക്കോളൂ. 4 ഫിംഗേഴ്സ് ഞാൻ എന്ത് ചെയ്തു? വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വെച്ചു. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണോ? അല്ല, അകത്തോട്ടാണ്. അപ്പൊ അകത്തോട്ട് വേണം ഈ 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്യാൻ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്റെ കൈ ഇങ്ങനെ തിരിച്ചു. എന്നിട്ട് 4 ഫിംഗേഴ്സ് ഞാൻ അകത്തോട്ട് ഫോൾഡ് ചെയ്തു. യെസ്. അപ്പൊ തമ്പ് നിൽക്കുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്. അതിനർത്ഥം ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. അതിന്റെ മുകളിൽ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ദ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പൊ അതിന്റെ പാത്ത് വീണ്ടും ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. നോക്കിക്കോളൂ, പാത്ത് വീണ്ടും ഡീവിയേറ്റ് ചെയ്യുന്നു. റെഡി? നോക്കുക. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി എങ്ങോട്ടാ? യെസ്, ഇങ്ങോട്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്. ഇപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെലോസിറ്റി ഉള്ളത്. വീണ്ടും മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. 4 ഫിംഗേഴ്സും വെലോസിറ്റിയുടെ ഡയറക്ഷൻ വെച്ചു. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണെങ്കിൽ 4 ഫിംഗേഴ്സും താഴോട്ട് ഫോൾഡ് ചെയ്യും. പക്ഷെ താഴോട്ടല്ല, അങ്ങോട്ടാണുള്ളത്. അപ്പൊ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 4 ഫിംഗേഴ്സ് വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ. 4 ഫിംഗേഴ്സും വെലോസിറ്റിയുടെ ഡയറക്ഷനാണ്. ഇത് ഫോൾഡ് ചെയ്യണം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ. അകത്തോട്ട് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് അകത്തോട്ട് 4 ഫിംഗേഴ്സ് ഫോൾഡ് ചെയ്തു. വേറൊരു വഴിയുമില്ല അകത്തോട്ട് ഫോൾഡ് ചെയ്യാൻ. അപ്പൊ തമ്പ് എങ്ങോട്ടാ നിൽക്കുന്നത്? താഴോട്ടാ. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഡൗൺവേർഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫോഴ്സിന്റെ ഡയറക്ഷൻ താഴോട്ട് കാണിച്ചു. റെഡി?
അപ്പൊ നോക്കേ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് പുള്ളിംഗ് ഡൗൺവേർഡ്സ്. ഇതിനെ താഴോട്ട് പിടിച്ച് വലിക്കുകയാണ് മാഗ്നറ്റിക് ഫോഴ്സ്. സോ ഇറ്റ്സ് പാത്ത് വിൽ ബി ഡീവിയേറ്റഡ് ഇൻ ദിസ് മാനർ. നോക്കുക, ഇതിന്റെ പാത്ത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് ഇതാ ഇവിടെ എത്തി. റെഡി? പാത്ത് ഡീവിയേറ്റ് ചെയ്തു. നോക്കുക, അപ്പൊ ചാർജ് പാർട്ടിക്കിൾ എടുത്തി. ഇത് നിങ്ങൾ പറയും വെലോസിറ്റി എങ്ങോട്ടാണുള്ളത്? താഴോട്ടാണ്. വെലോസിന്റെ ഡയറക്ഷൻ അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണ്. ഇനി ആലോചിച്ചാൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത ഫോഴ്സ് എങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, എന്തായാലും അതെങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ പാത്ത് വീണ്ടും ഡീവിയേറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് when a charged particle enters into a magnetic field perpendicularly, normally മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ then it will be following a circular path. The trajectory of this particle will be circular. ഇതെന്തായിരിക്കും? സർക്കുലർ പാത്ത് ആയിരിക്കും. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു അഥവാ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ മുകളിൽ നിർബന്ധമായിട്ടും ഏത് ഫോഴ്സ് വേണം? പറ, ഏത് ഫോഴ്സ് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ സഹായം ഇല്ലാതെ ഒരിക്കലും ഒരു പാർട്ടിക്കിളിനും സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ദാറ്റ് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ്. ആ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തത് ഇവിടെ ആരാ? മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ആ മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ്, മാക്സിമം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, കാരണം എന്താ? തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പൊ മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? QVB. So we can write the necessary centripetal force is provided by the magnetic force, that is mv square by r. M is the mass of this particle, v is the velocity, and r is the radius of the circular path. That's center. This is the radius of the circular path. Okay, so mv square by r എന്ന ഈ centripetal force provide ചെയ്യുന്നത് ഇവിടെ ആരാണ്? Magnetic force, that is QVB. ഒരു V cancel ചെയ്തു. From this we can write the equation of radius of the circular path, that is R is equal to mv divided by QB. Radius of the circular path R is equal to mv divided by QB. M into V, mass into velocity. എന്താണത്? Yes, momentum. So momentum divided by QB. Momentum divided by QB. ഇനി വീണ്ടും മാറ്റി എഴുതാൻ പറ്റും. നമുക്കതിന് കൈനറ്റിക് എനർജിന്റെ ടേംസിലോട്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2 എന്നുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുമല്ലോ. സോ ഇത് നമുക്ക് എഴുതാൻ പറ്റും. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇ എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. സോ 2m ഇൻറ്റു kinetic energy. So P is equal to root 2m into kinetic energy. So we can write square root of 2m into kinetic energy upon QB. So this is the radius of circular path. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രോബ്ലംസും ചോദിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. Radius is equal to mv divided by qb. P by qb equal to root of 2me divided by qb, where E is the kinetic energy of charged particle. Kinetic energy of charged particle. M is the mass of the particle. Mass of particle, I mean charged particle. Okay. So circular path. ണെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻ എഴുതാൻ പറ്റും. വെലോസിറ്റി ഇക്വേഷൻ, and from this we can write the equation of velocity of the charged particle. V is equal to QBR divided by m. Velocity equation കിട്ടിയിട്ട് നമുക്ക് അതൊന്ന് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. E is equal to half m v square ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് ഹാഫ് m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ കിട്ടും കൈനറ്റിക് എനർജി Q square B square R square divided by 2m. So this is the kinetic energy of this charged particle. Okay.
പിന്നെ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഇതിന്റെ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് v ഡിവൈഡഡ് ബൈ r ആണ്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു v ബൈ r. ഇതിന് v ബൈ r ചെയ്താൽ എന്താ കിട്ടുക? ഈ r ഇങ്ങോട്ട് കൊണ്ടുപോവുക, qb ഇങ്ങോട്ട്, m താഴോട്ട്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് 2π ന്യൂ ആണ്. v ബൈ r എന്ന് പറയുന്നത് എന്താണ്? v ഡിവൈഡഡ് ബൈ r. This is qb by m. From this we can write the frequency of the circular motion, that is qv divided by 2π m, or time period. Frequency കിട്ടിയ time period കിട്ടാൻ അതിന്റെ reciprocal എടുത്താൽ മതിയല്ലോ. So time period t is equal to 2π m divided by qb. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വൻസി qb divided by 2π m and time period is 2π m divided by qb. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, this frequency of the circular motion is independent of the velocity and the radius of the circular path. ഇത് എത്ര വെലോസിറ്റിയിൽ അല്ലെങ്കിൽ എത്ര റേഡിയസിൽ റിവോൾവ് ചെയ്യുന്നു എന്നത് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. Frequency depends on the charge of this particle, intensity of magnetic field and the mass of this particle. ഇത്രയും ഫാക്ടേഴ്സിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ കൂടെ നിങ്ങൾ എഴുതണം. ഇതിന്റെ മുന്നിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എഴുതി ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ മോഷൻ എന്ന് ജസ്റ്റ് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. സോ അതിന്റെ മുന്നേ നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ് the frequency is independent of r and v, radius of the circular path and velocity of circular motion. ഈ രണ്ട് കാര്യങ്ങളെയും ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അക്രോസ് ദ ഫീൽഡ് എന്ന് എഴുതിയതിന് ശേഷം അതിന്റെ താഴെ നിങ്ങൾ എഴുതുക, ഒന്ന് കട്ട് ചെയ്ത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതുക. നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട് എഴുതേണ്ടത്. ഈ ഹെഡിങ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അക്രോസ് ദ ഫീൽഡ് എന്ന് എഴുതിയതിനു ശേഷം ഈ ഫിഗർ ഒക്കെ വരക്കുന്നതിന്റെ മുന്നേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുക. When a charged particle enters perpendicular to a magnetic field, പോസിറ്റീവ് എഴുതിച്ചാൽ മതി. When a charged particle enters perpendicular to a magnetic field, it will experience a force of magnitude QVB. Okay, it will experience a force of magnitude QVB. ബ്രാക്കറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ സിൻസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ടാണെന്ന് അർത്ഥം. ഓക്കെ, and this perpendicular force acts as, അതെന്തുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ആയതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. This perpendicular force acts as the centripetal force and the particle will be moving along a circular path. This perpendicular force acts as centripetal force and hence the charged particle will be moving along a circular path. The necessary centripetal force for the circular motion is provided by the magnetic force. ആ പോയിന്റ് വേണമെന്നില്ല, എന്നാലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതുക E²/r = QVB. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ രണ്ട് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടോ ആന്റി പാരലായിട്ടോ മൂവ് ചെയ്യണമെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുക, ഒരു ലീനിയർ പാത്ത് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞത് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്തിനെ കുറിച്ച്. പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്താൽ
അത് ഫോളോ ചെയ്യുന്ന പാത്ത് സർക്കുലർ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. when a charged particle enters perpendicular to a magnetic field it will be following a circular path. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. പല പ്രാവശ്യം ഒബ്ജക്റ്റീവ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എൻട്രൻസ് എക്സാമിനേഷനിലൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. സോ ആ പോയിന്റ് ഒരിക്കലും മറന്നു പോകരുത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്താൽ എങ്ങനെയായിരിക്കും? നേരത്തെ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് അതിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്താൽ എന്തായിരിക്കും പാത്ത്. പിന്നെ നമ്മൾ നോക്കിയത് എന്താ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ ഏതായിരിക്കും പാത്ത്? സർക്കുലർ പാത്ത് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് പെർപെൻഡിക്കുലറും അല്ല പാരലലും അല്ല, അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ആംഗിളിൽ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്താൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ തീറ്റ ആംഗിൾ എൻട്രി ചെയ്യാണ്. ഇതാണ് ക്യൂ ചാർജുള്ള എം മാസ് ഉള്ള പാർട്ടിക്കിൾ. എം മാസ് ഉള്ള ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾ. ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെ എൻട്രി ചെയ്യുന്നത്? തീറ്റ ആംഗിളാണ് ഫീൽഡിലോട്ട് എൻട്രി ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ വെലോസിറ്റി വെക്റ്റർ. And the intensity of magnetic field is, as usual, B. നോക്കാം, ഇവിടെ വെലോസിറ്റി ഇതാ ഇങ്ങനെയുള്ളത്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇതിന്റെ അനാലിസിസിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വെലോസിറ്റിയെ റിസോൾവ് ചെയ്യണം. ഈ വെലോസിറ്റിയെ ഞാൻ രണ്ട് കോമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുമ്പോൾ ഒരു കോമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടും മറ്റേ കോമ്പോണന്റ് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടും കിട്ടണം. നോക്കിക്കോളൂ, ഇത്രയേ ഉള്ളൂ. ഒരു കോമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ്, മറ്റേ കോമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. And this parallel component, it is cos theta, V cos theta, and this is V sin theta. So here velocity has two components. One is V cos theta and the other one is V sin theta. V cos theta is parallel to the field and V sin theta is perpendicular to the field. So ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടും വെലോസിറ്റി ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ടും വെലോസിറ്റി ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള വെലോസിറ്റിയെ മാഗ്നറ്റിക് ഫീൽഡിന് ഒന്നും ചെയ്യാൻ പറ്റൂല. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള വെലോസിറ്റിന്റെ മുകളിൽ വെലോസിറ്റി ഉണ്ടാവുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ചെയ്യൂല, അത് ആ പാരലൽ വെലോസിറ്റിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. So we can say that this V cos theta causes this charged particle to move along the field. V cos theta കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് ലീനിയർ മോഷൻ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിൽ ഈ V cos theta എന്ന ഈ വെലോസിറ്റിയെ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ ഈ V sin theta നോക്കൂ, V sin theta മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള V sin theta എന്ന ഈ വെലോസിറ്റിയെ മാഗ്നറ്റിക് ഫീൽഡ് അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാകുക. സോ V sin theta കാരണം ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒരു സർക്കുലർ മോഷൻ ഉണ്ടാകും. V cos theta കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഒരു ലീനിയർ മോഷൻ ഉണ്ടാകും. അപ്പൊ രണ്ട് ടൈപ്പ് മോഷൻ ഇവിടെ വരുന്നുണ്ട്. V cos theta കാരണം ലീനിയർ മോഷൻ ഉണ്ട്, V sin theta കാരണം സർക്കുലർ മോഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നോക്കൂ, V sin theta കാരണം സർക്കുലർ മോഷൻ ഉണ്ട്, V sin theta കാരണം സർക്കുലർ മോഷൻ, V cos theta കാരണം ലീനിയർ മോഷൻ. അപ്പൊ ഇത് രണ്ടും കൂടി കളക്റ്റീവ്ലി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? V sin theta കാരണമുള്ള സർക്കുലർ മോഷൻ, പിന്നെ ഒരു ലീനിയർ മോഷൻ. എന്താ ഇങ്ങനെയായിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഇങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യും. മനസ്സിലാവുന്നല്ലോ പറയുന്നത്? ആ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് helical motion. This linear and circular motion collectively produce a helical motion. ഈ ലീനിയർ മോഷനും സർക്കുലർ മോഷനും കൂടെ കളക്റ്റീവ്ലി അതിനൊരു ഹെലിക്കൽ മോഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിള് ഫീൽഡിലൂടെ ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ശരി, ശ്രദ്ധിച്ചോളൂ. ഇതിങ്ങനെ പോയിട്ട് ഒരു ഹെലിക്കൽ മോഷൻ, ഒരു ഹെലിക്കൽ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും.
എങ്ങനെയായിരിക്കും അത് ഫീൽഡിലൂടെ മൂവ് ചെയ്ത്. ഈ ഡോട്ടഡ് ലൈൻ അപ്പുറത്തെ സൈഡിലാണ്, സോളിഡ് ലൈൻ ഇപ്പുറത്തെ സൈഡിലാണ് നട കാണിച്ചത്. സോ ഇങ്ങനെയായിരിക്കും ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു തീറ്റ ആംഗിൾ എൻ്റർ ചെയ്താൽ ഉണ്ടാകുന്ന മോഷൻ, അതിന്റെ ട്രജക്ടറി. ഓക്കെ, സോ നിങ്ങളിത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി തുടങ്ങാം. ഹിയർ ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ആദ്യം നോട്ട് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ പറയാണ്ട്. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഹിയർ ദ വെലോസിറ്റി വിൽ ഹാവ് ടു കോമ്പണൻസ്, v cos theta and v sin theta. v cos theta remains unaffected in the field and it causes a linear motion to the charged particle. v sin theta gives the particle a circular motion. This linear and circular motion effectively produce a helical motion. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ പറഞ്ഞത്. ഓക്കെ, സോ ഒരു ഹെലിക്കൽ മോഷൻ ആയിരിക്കും ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി നോക്കുക, ഇവിടെയുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ നോക്കണം. ഒന്ന്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇത് ഒരു സർക്കുലർ മോഷൻ, ഇപ്പൊ ഈ ലീനിയർ മോഷൻ ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ അത് സർക്കുലർ മോഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അല്ലെ. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും അതിന്റെ ഫൈനൽ പോയിന്റും ഒന്നായിരിക്കും. നേരെ കുറച്ച് ഹെലിക്കൽ മോഷൻ ആയതുകൊണ്ട്, അഥവാ ലീനിയർ മോഷൻ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു സർക്കുലർ മോഷൻ കഴിയുമ്പോൾ ഇവിടെ അല്ല നിൽക്കുന്നത്, കുറച്ച് അപ്പുറത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ ലീനിയർ മോഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ തന്നെ എത്തുക. ലീനിയർ മോഷൻ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് ഇപ്പുറത്തായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ഒരു ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഡ്യൂറിങ് വൺ സൈക്കിൾ. ഒരു സൈക്കിൾ കഴിയുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ദ ലീനിയർ ഡിസ്റ്റൻസ്, ഈ ലീനിയർ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പിച്ച്, പിച്ച് ഓഫ് ഹെലിക്സ്. ഈ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണിത് പിച്ച്. Pitch. Distance traveled by the charged particle during one cycle. Distance traveled by the particle along the field during one cycle. അതിന് നമ്മൾ വിളിക്കുന്നത് പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എലോങ് ദ ഫീൽഡ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എലോങ് ദ ഫീൽഡ് അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കുന്നത് പിച്ച് ഓഫ് ഹെലിക്സ്. ഇനി പിച്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പിച്ചിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണം. പിച്ച് എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് വൺ സൈക്കിൾ, അതല്ലേ പിച്ച് എന്ന് പറയുന്നത്. സോ അത് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റി ഇൻറ്റു ടൈം. ഈ ഡയറക്ഷനിൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെലോസിറ്റി, ഈ ഡയറക്ഷനിലെ വെലോസിറ്റി അതേതാ? വി കോസ് തീറ്റ അല്ലെ. ഈ ഡയറക്ഷൻ വെലോസിറ്റി ഏതാ? വി കോസ് തീറ്റ. സോ നോക്കി, പിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പി ഈസ് ഈക്വൽ ടു വെലോസിറ്റി, അതേതാണ്? വി കോസ് തീറ്റ ഇൻറ്റു ടൈം. എന്തിനുള്ള ടൈം? ഇത് ഇവിടുന്ന് ഇങ്ങോട്ടെത്താൻ എടുക്കുന്ന ടൈം. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നത്. സോ വി കോസ് തീറ്റ എന്ന ഈ വെലോസിറ്റിയിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് എന്താ നമ്മൾ പറയുന്നത്? ടൈം പീരിയഡ്. ആ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ, ഈ സർക്കുലർ മോഷന്റെ ടൈം പീരിയഡിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ കേസിൽ, അഥവാ സർക്കുലർ മോഷൻ നമ്മൾ പറഞ്ഞില്ലേ, മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന കേസ്, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈം പീരിയഡ്. സോ വി കോസ് തീറ്റ ഇൻറ്റു ടൈം പീരിയഡ്. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു പിച്ച്. പി ഈസ് ഈക്വൽ ടു ടൈം പീരിയഡ് ഇക്വേഷൻ എന്തായിരുന്നു? 2πm ഓവർ QB ടൈംസ് വി കോസ് തീറ്റ. സോ ഇതാണ് പിച്ച്. ഈ ഇക്വേഷൻ ബേസ് നമുക്ക് എന്താണ് എടുക്കാൻ പറ്റും? പിച്ച് കണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക. ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റി കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഒരു സർക്കുലർ മോഷൻ ഉണ്ട്, ലീനിയർ മോഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ലീനിയർ മോഷൻ കാരണം എന്താണ്? പിച്ച്. സർക്കുലർ മോഷൻ നമുക്ക് അതിന് റേഡിയസ് ഉണ്ടാവും അല്ലെ, റേഡിയസ്. ആ റേഡിയസിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് ഹെലിക്സ്. എന്താ പറയുന്ന പേര്? ഹെലിക്സ്. നോക്കിക്കോളൂ.
radius of the circular path. Helix. Helix എന്ന് വെച്ചാൽ എന്താണ്? Radius of the circular path. Radius of the circular path. Circular motion, linear motion ഉണ്ട്. ഇതിലെ circular pathന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെലിക്സ്. ആ ഹെലിക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? റേഡിയസ് അല്ലേ? റേഡിയസിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ കേസിൽ ഉണ്ടാക്കിയിരുന്നു. ആ ഇക്വേഷൻ എന്തായിരുന്നു? R is equal to mv/qb എന്നായിരുന്നു. പക്ഷെ ഇവിടെ v എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ഉണ്ടാവാൻ കാരണമായ വെലോസിറ്റി ഏതാണ്? v sin theta. So R is equal to mv sin theta upon qb. mv sin theta upon qb. വീണ്ടും നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. mv എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം. So R is equal to p sin theta upon qb. p sin theta over qb. ഇനി നമുക്ക് വീണ്ടും മാറ്റി എഴുതാൻ പറ്റും. R is equal to മൊമെന്റം നമ്മൾ കൈനറ്റിക് എനർജിന്റെ പേരിലോട്ട് മാറ്റിയിരുന്നു. റൂട്ട് ഓഫ് 2me sin theta over qb. root 2me sin theta over qb. Okay. So അതാണ് ഹെലിക്സ്. ഹെലിക്സ് എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദിസ് സർക്കുലർ പാത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 സംഭവങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് മോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ പറഞ്ഞു വെച്ചിട്ട്. എവിടെയുള്ള മോഷൻ? മാഗ്നറ്റിക് ഫീൽഡിലുള്ള മോഷൻ. സോ ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടോ ആന്റി പാരലായിട്ടോ along the field or against the field ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ then its path will be linear. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻട്രി ചെയ്തത് എങ്കിൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് അക്രോസ് ദ ഫീൽഡ് ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫോളോയിങ് എ സർക്കുലർ പാത്സ്. ഇനി പാരലലുമല്ല പെർപെൻഡിക്കുലറുമല്ല മറ്റേതോ ഒരു തീറ്റ ആംഗിളിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്താൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? ഹെലിക്സ്. വെച്ചാൽ അതിന്റെ മോഷൻ എന്തായിരിക്കും? ഹെലിക്കൽ മോഷൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഡീവിയേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഡീവിയേഷൻ എന്തായിരിക്കും എന്നാണ് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനൊന്നും ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ട. ഇത് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്യുന്നത്. ഇതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ. അതിന്റെ ചാർജ്, ഇതിന്റെ മാസ് m ആണ്, അതിന്റെ ചാർജ് q ആണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്താൽ അത് ഫോളോ ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്ത് ആയിരിക്കും. അത് ഇങ്ങനെയുള്ള ഒരു സർക്കുലർ പാത്താണ് ഫോളോ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു സർക്കുലർ പാത്ത്, ഇതാണ് അത് ഫോളോ ചെയ്ത സർക്കുലർ പാത്ത്. നോക്കുക, ഇവിടുന്ന് അങ്ങോട്ട് ഫീൽഡ് ഇല്ല. ഫീൽഡിലുള്ള കാലത്തോളം അതിന്റെ മുകളിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കാരണം അത് ഈ ഒരു സർക്കുലർ പാത്തിന്റെ ഈ പോർഷനായി ഒരു ആർക്ക് ഇങ്ങനെ കവർ ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഫീൽഡ് തീർന്നു. ഇനി ഫീൽഡ് ഇല്ല. അപ്പൊ അതിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ ഈ പോയിന്റിൽ അതിന്റെ വെലോസിറ്റി എങ്ങോട്ടാണോ ആ വെലോസിറ്റി ഇവിടെ ഈ പോയിന്റിൽ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പൊ ഇതിന് ഇവിടുന്ന് ഇങ്ങനെ പോവാ ചെയ്യാം അല്ലെ? നോക്കുക, ഈ സർക്കുലർ പാത്തിന്റെ സെന്റർ ഇതാണ്. എന്നുവെച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇതാണ് അതിന്റെ സെന്റർ എന്ന് വിചാരിക്കുക. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പൊ എത്ര ഉണ്ടാവുക? റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ഇതായിരിക്കും അതിന്റെ റേഡിയസ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇനി പറയുന്നത് ശരി ശ്രദ്ധിച്ചോളൂ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. എന്താ കാരണം? ഓക്കെ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് 90 അല്ലേ? അപ്പൊ ഇതെന്താകും? 90 മൈനസ് തീറ്റ. ശരിക്കും ശ്രദ്ധിക്കണേ. ഇത് 90 ആണ്. അപ്പൊ എന്ത് വരിക? 90 മൈനസ് തീറ്റ. ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതെന്താ? തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്താ വരിക? 90 മൈനസ് തീറ്റ. കാരണം ഇത് 90 ആണ്, ഇത് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ. അപ്പൊ ഇതെന്താ വരിക? തീറ്റ.
അപ്പൊ ഇത് എത്ര വരിക? 90 മൈനസ് തീറ്റ. അപ്പൊ ഇത് എത്ര വരിക? തീറ്റ. കാരണം എന്താ? ഇത് 90 ഉണ്ട്, ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ആ തീറ്റ ഇതായിരിക്കൂലേ? ഓക്കെ. സോ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഈ തീറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അല്ലെങ്കിൽ ഈ ഡീവിയേഷന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഈ ആംഗിൾ തീറ്റയാണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഒമേഗ ടി ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സർക്കുലർ മോഷന്റെ കേസിൽ പഠിച്ചു. ഒമേഗ എന്ന് പറയുന്നത് ക്യൂ ബി ഡിവൈഡഡ് ബൈ എം ആണ്. സോ ക്യൂ ബി ബൈ എം ഇൻറ്റു ടി. സോ ഇതാണ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞാല് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ വേറെ സംഭവം കൂടി കണ്ടെടുക്കാൻ പറ്റും. നോക്കൂ, സപ്പോസ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലെങ്ത് എക്സ് ആണ്. എക്സ് ഈസ് ദി ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നിന്ന് ഈ ഒരു എക്സ് ഡിസ്റ്റൻസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇതിന്റെ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് എന്ന് പറയുന്നത് 6 ആണ്. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഈ 6 എക്സിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇവിടുന്ന് ഡീവിയേഷൻ ഉണ്ടായത്. നോക്കൂ, എക്സ് 6നേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കുറവാണ്, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇവിടെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സ് 6നേക്കാൾ കുറവായതുകൊണ്ട് ലെങ്ത് ഓഫ് ദി ഫീൽഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി സർക്കുലർ പാത്തിനേക്കാൾ കുറവായതുകൊണ്ടാണ് ഇങ്ങനൊരു ഡീവിയേഷൻ, ഫീൽഡിൽ നിന്ന് ഇങ്ങനെ ഡീവിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഈ എക്സും ആറും തീറ്റയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇത് 6, ഇതല്ലേ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പറഞ്ഞേ എന്താ സൈൻ തീറ്റ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞേ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് x divided by r, and from this we can write the deviation theta is equal to sin inverse x by r. Sin inverse x by r. ഇത് x ന്റെയും ലെങ്ത് ഓഫ് ദി ഫീൽഡിന്റെയും റേഡിയസ് ഓഫ് കർവേച്ചറിന്റെയും ടേംസിൽ നമുക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നോക്കുക, ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നോക്കിയേ, സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ബൈ ആർ അല്ലേ? സൈൻ തീറ്റ എക്സ് ബൈ ആർ ആണ്. തീറ്റന്റെ വാല്യൂ, തീറ്റന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. സൈൻ തീറ്റന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1 ആണ്. സൈൻ തീറ്റ 1 ആവണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്താവണം? 90 ഡിഗ്രി ആവണം. തീറ്റ 90 ഡിഗ്രി എന്ന് വെച്ചാൽ എക്സും ആറും എന്താകണം? ഈക്വൽ ആകണം. എക്സും ആറും ഈക്വൽ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഇതാ തീറ്റ 90 ഡിഗ്രി എന്ന് വെച്ചാൽ ഇത്ര വരൂലേ? അപ്പൊ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്തായിരിക്കും? സർക്കുലർ പാത്തിലായിരിക്കും. ഓക്കെ, ഈ തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 180 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തീറ്റ 180 ഡിഗ്രി എന്ന് വെച്ചാല് ഇതില് എക്സ് ലെസ് ദാൻ ആർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തീറ്റ ഡീവിയേഷൻ കിട്ടും. എക്സ് ലെസ് ദാൻ ആർ ആണെങ്കിൽ ഇത് 1നേക്കാൾ കുറവാ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു തീറ്റന്റെ വാല്യൂ കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെന്നുണ്ടെങ്കിലോ, എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ സൈൻ തീറ്റന്റെ വാല്യൂ 1നേക്കാൾ മുകളിൽ പോകുന്നല്ലേ അർത്ഥം അല്ലെ? അങ്ങനെ ഒരിക്കലും സംഭവിക്കൂലല്ലോ. എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക? എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ ഈ പാത്ത് നോക്കി എത്രയേ ഉള്ളൂ? എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണെങ്കിൽ ഇപ്പൊ ഇതാണ് ഫീൽഡ് എന്ന് വിചാരിക്കും. ഇതാണ് ഫീൽഡ്. ഇതാണ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഇതാണ് ചാർജിലെ പാർട്ടിക്കിൾ. ഈ ചാർജിലെ പാർട്ടിക്കിൾ ഇത്രയും വേണ്ട, ചെറുതാണ്. ഇതാണ് സെന്റർ. ഇവിടെ ആർ ഇത്രയേ ഉള്ളൂ, എക്സ് ഇത്രയുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എക്സ് ഗ്രേറ്റർ ദാൻ ആർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന സർക്കുലർ പാത്ത് ഇതിന് ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 180 ഡിഗ്രി അല്ലേ? സോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് only when x less than r. x greater than r ആണെങ്കിൽ ഈ ഇക്വേഷൻ വാലിഡ് അല്ല. x greater than r ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല. ഈ x greater than r നിങ്ങൾക്ക് ഈ ഇക്വേഷന്റെ സഹായം ഒന്നും വേണ്ട. തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഡീവിയേഷൻ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? ചാർജ് പാർട്ടിക്കിൾ തിരിച്ചിങ്ങോട്ട് വരും അല്ലെ? ഫീൽഡ് ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ
ഓക്കെ, ഇതാണ് നിങ്ങൾ ഡീവിയേഷനിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ബോർഡ് എക്സാമിനില്ല, ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്കിൽ അഥവാ മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾസ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 ചാർജ്ഡ് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ വിത്ത് സെയിം കൈനറ്റിക് എനർജി മൂവ്സ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. 3 പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. 3 പേരും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. വിത്ത് സെയിം കൈനറ്റിക് എനർജി മൂവ്സ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. 3 പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ ഉറപ്പാണ് അവർ 3 പേര് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? യെസ്, സർക്കുലർ പാത്സ്. ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ. അവരുടെ റേഡിയസിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ റേഡിയസിന്റെ റേഷ്യോ? R is equal to, നോക്ക് റേഡിയസിന്റെ ഇക്വേഷൻ എന്താ? R is equal to mv divided by qb. ഇതാണ് റേഡിയസിന്റെ ഇക്വേഷൻ. പക്ഷെ ഇതില് നമുക്ക് വെലോസിറ്റി ഒന്നും തന്നിട്ടില്ല. മാസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ ചാർജ് മാസ് ഒക്കെ നമുക്ക് വേണ്ടത് അറിയാം. മാഗ്നറ്റിക് ഫീൽഡ് 3 പേര് മൂവ് ചെയ്യുന്നത് സെയിം ആണ്. പക്ഷെ ഈ ഇക്വേഷൻ നമുക്ക് അത്ര എളുപ്പമല്ല യൂസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് സെയിം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കൈനറ്റിക് എനർജിന്റെ ടേംസിലുള്ള ഇക്വേഷൻ എടുക്കുന്നതാണ് നല്ലത്. കൈനറ്റിക് എനർജിന്റെ ടേംസിന്റെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2me ഡിവൈഡഡ് ബൈ qb. ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് എളുപ്പം. കാരണം m q b സെയിം ആണ്, കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പൊ എമ്മിന്റെയും ക്യൂവിന്റെയും കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കുക, ഈ 3 പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിക്കണേ. ഈ 3 പാർട്ടിക്കിൾസ് ആരാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ. പ്രോട്ടോണിന്റെ മാസ് എന്താണ്? പ്രോട്ടോണിന്റെ മാസ്, പ്രോട്ടോൺ എന്ന് വെച്ചാൽ 1h1 ആണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആരാ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാല് 1h1. ന്യൂട്രോൺ ആരാ? 1h2. ആൽഫ പാർട്ടിക്കിൾ ഈസ് സിമിലർ ടു ഹീലിയം ന്യൂക്ലിയസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ പ്രോട്ടോണിന്റെ മാസ് 1 ആണ്, ന്യൂട്രോണിന്റെ മാസ് 2 ആണ്, ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് അഥവാ ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 4 ആണ്. എന്നുവെച്ചാൽ പ്രോട്ടോണിന്റെ മാസ് 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് ന്യൂട്രോണിന്റെ മാസ്, അതിന്റെ 4 ടൈംസ് ആണ് ആൽഫ പാർട്ടിക്കിളിന്റെ മാസ്. അറ്റോമിക് മാസ് യൂണിറ്റിൽ പറയുമ്പോൾ 1u 2u 4u എന്ന് പറയും. ഓക്കെ, ഇനി ചാർജ് നോക്കിയേ. ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് എത്ര? 1. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? 1. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് ഹീലിയം ന്യൂക്ലിയസിന്റെ ചാർജ് എത്രയാണ്? 2. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് അറിയണം. ഓക്കെ, റെഡി? ഇനി നോക്കാം. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? റേഷ്യോ ഓഫ് റേഡിയസ്. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് പ്രോട്ടോൺ is to radius of neutron is to radius of alpha particle. So ഞാൻ ഇതാണ് root of 2 mass of proton, kinetic energy of proton divided by charge of proton, magnetic field intensity is 2. Root of 2 into mass of neutron energy divided by charge of neutron magnetic field is 2. Root of 2 into mass of alpha particle, energy of alpha particle divided by charge of alpha particle, intensity of magnetic field. Okay, 2 2 2 e b എല്ലാരും പോയില്ലേ? ബാക്കി നമ്മളിതാ റൂട്ട് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1. അപ്പൊ റൂട്ട് 1 ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1 ഈസ് 2. മാസ് ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 2. സോ റൂട്ട് 2 ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ന്യൂട്രോൺ 1 ഈസ് 2. മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ റൂട്ട് 4 ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 2. ക്യാൻസൽ. ഇത് 1 ആയി, ഇത് 1 ആണ്, ഇത് റൂട്ട് 2 ആണ്. സോ ദ ആൻസർ ഈസ് 1 is to root 2 is to 1. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ ചെയ്തേക്കുക. ഇനി ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? 3 പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ,
സെയിം കൈനറ്റിക് എനർജിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. ഞാൻ ആ കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. സെയിം കൈനറ്റിക് എനർജി എന്നതിന് പകരം നോക്കുക, and alpha particle are accelerated through same potential difference. Same potential difference ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റേഷ്യോ ഓഫ് റേഡിയസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ആക്സിലറേറ്റഡ് ത്രൂ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഈ കേസിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല. ഈ കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ ഏത് ഇക്വേഷൻ വേണം? പൊട്ടൻഷ്യലിന്റെ ടേംസിലുള്ള ഇക്വേഷൻ വേണം. പൊട്ടൻഷ്യൽ ടേമിലുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ പൊട്ടൻഷ്യൽ ടേമിലുള്ള ഇക്വേഷൻ ഞാനിപ്പോൾ ഉണ്ടായത് നോക്കാം. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ നേരത്തെ എഴുതിയിരുന്ന ആ ഭാഗത്ത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ചേർക്കുക. നോക്കുക, എന്താ റേഡിയസ്? റേഡിയസിന്റെ ഇക്വേഷൻ R is equal to mv divided by qb equal to, അത് നമ്മൾ പിന്നീട് p divided by qb എന്ന് എഴുതി മൊമെന്റത്തിന്റെ ടേംസിൽ. പിന്നെ നമ്മൾ വീണ്ടും മാറ്റി എഴുതി √2m kinetic energy divided by qb. കൈനറ്റിക് എനർജി നമ്മൾ qv എന്ന് എഴുതി കൂടെ. v is equal to energy by q അല്ലേ? energy by q വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് അല്ലേ പൊട്ടൻഷ്യൽ. സോ റൂട്ട് ഓഫ് ഈക്ക് ഞാൻ മാറ്റിയതാണ് √2m qv ഡിവൈഡഡ് ബൈ qb. എന്താ ഈ v എന്ന് പറയുന്നത്? മറന്നുപോയത്. ഈ v എന്താണ്? വെലോസിറ്റി ആണ്. ഈ v എന്താണ്? വെലോസിറ്റി. ഇത് സ്മോൾ ലെറ്റർ v ആണ്. ഇത് ക്യാപിറ്റൽ V ആണ്. ആൻഡ് ദിസ് v represents potential. Okay, so √2m qv divided by qb. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി എഴുതാൻ പറ്റും. സോ r is equal to ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. r is equal to എന്താ ഇക്വേഷൻ? √2m qb divided by qb. ഞാൻ ഈ റൂട്ട് ഇതാ വലുതാക്കുകയാണ്. q² ആകും, b² ആകും ഇത് റൂട്ടിനകത്തിട്ട് കയറുമ്പോൾ. സോ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? റൂട്ട് ഓഫ് 2mv ഡിവൈഡഡ് ബൈ qb². സോ ഇതാണ് ഈ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട റേഡിയസിന്റെ ഇക്വേഷൻ. കാരണം എന്താ? ആക്സിലറേറ്റഡ് ത്രൂ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാ പറയുന്നത്. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ആ സെയിം ആയിട്ടുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, മാസും ചാർജ് എന്താ ഇവിടെ ഉണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. റേഡിയസ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു റേഡിയസ് ഓഫ് ന്യൂട്രോൺ ഈസ് ടു റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. റേഡിയസ് ഓഫ് പ്രോട്ടോൺ എന്താ? റേഡിയസ് ഓഫ് പ്രോട്ടോൺ √2 into mass of proton potential divided by charge of proton b² is to √2 into mass of neutron potential divided by charge of neutron b² is to √2 into mass of alpha particle potential difference charge of alpha particle b² v 2 b². Okay, so what is mass of proton? 1. Charge of proton 1 is to mass of neutron 2 by 1 is to mass of alpha particle 4. Charge of alpha particle 2. So the answer is 1 is to √2 is to √2. Okay,
സോ ചെറിയ മാറ്റം വരുത്തിയത് ഇവിടെ പറഞ്ഞത് ആക്സിലറേറ്റഡ് ത്രൂ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ സെയിം ആയി വരുന്നത് കൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന ഇക്വേഷൻ എടുത്തു. പിന്നെ മുന്നത്തെ കേസിൽ കൈനറ്റിക് എനർജി സെയിം ആണെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഈ ഇക്വേഷൻ എടുത്തു. ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന ഈ ഇക്വേഷൻ എടുത്തു. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നേരത്തെ എഴുതിയില്ല സർക്കുലർ മോഷന്റെ കേസിൽ ആ റേഡിയസിന്റെ ഇക്വേഷൻസ്, അതിന്റെ കൂടെ ഇതും കൂടെ ചേർത്ത് എഴുതി വെച്ചോളൂ. ഇതോ അല്ലെങ്കിൽ ഇതോ എഴുതി വെച്ചോളൂ. ഓക്കെ, ഇനി ഇതിൽ ഞാൻ വേറെ ചെറിയൊരു സംഭവം മാറ്റം വരുത്താണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ എന്നതിന് പകരം ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ടൈം പീരിയഡ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടൈം പീരിയഡ്. ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റം, റേഷ്യോ ഓഫ് ടൈം പീരിയഡ്. ടൈം പീരിയഡിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ടൈം പീരിയഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്തെങ്കിലും ടൈം പീരിയഡ് ചെയ്യും. ഓക്കെ, നോക്കാം. എന്താ ടൈം പീരിയഡ് ഇക്വേഷൻ? ടൈം പീരിയഡ് T is equal to 2πm/qb. ഇതല്ലേ ടൈം പീരിയഡ് ഇക്വേഷൻ. സോ നമുക്ക് ഈ ഇക്വേഷനില് 2 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. ഇവർ 3 പേര് മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി സെയിം ആണ്. സോ മാസിനെയും ചാർജിനെയും കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. സോ ടൈം പീരിയഡ് ഓഫ് പ്രോട്ടോൺ ഈസ് ടു ടൈം പീരിയഡ് ഓഫ് ന്യൂട്രോൺ ഈസ് ടു ടൈം പീരിയഡ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. Time period of proton 2π mass of proton by charge of proton intensity of magnetic field. Charge of proton intensity of magnetic field is to 2 times pi mass of neutron by charge of neutron intensity of magnetic field 2π mass of alpha particle by charge of alpha particle intensity of magnetic field 2π 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 b b b. Mass of proton 1, charge of proton 1, mass of neutron 2, charge of neutron 1, mass of alpha 4, charge of alpha 2. So the ratio is 1:2:2. Ready? ഇനി നമ്മൾ നോക്കുന്നത് motion of charged particle in combined electric and magnetic field. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പഠിച്ചു. പിന്നെ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താ? മോഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അലോങ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാത്രമുള്ള ഭാഗത്തുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷൻ. റെഡി അല്ലേ? So this is the acceleration of this particle along the direction of x-axis. X-axis direction. അതുമായി ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് നമ്മൾ എഴുതി വെച്ചത്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, what will be the velocity of this particle after a time t when it is moving along the field? ഈ മാഗ്നറ്റിക് ഫീൽഡിന് അലോങ് ആയിട്ട്, ഈ ഇലക്ട്രിക് ഫീൽഡിന് അലോങ് ആയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ടി ടൈം കഴിഞ്ഞാൽ, ഒരു ടി സെക്കൻഡ് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നൊരു പക്ഷേ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം വെലോസിറ്റി v ഈസ് ഈക്വൽ ടു u പ്ലസ് എ ടി എന്ന ഇക്വേഷൻ. ഓക്കെ, സോ വെലോസിറ്റി ഏത് ഡയറക്ഷനിലുള്ളത്? എക്സ് ഡയറക്ഷനിലാണ്. സോ എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി കൺസിഡർ ചെയ്യണം, എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ എടുക്കണം. അത് നമ്മുടെ കയ്യിലുണ്ട്. എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി, സപ്പോസ് ഇതിന് ഇനീഷ്യലി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ചാർജ് ഇവിടെ പ്ലേസ് ചെയ്താൽ എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്തെടുക്കേണ്ടി വരും? 0 എടുക്കേണ്ടി വരും. ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 എടുക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഇനീഷ്യലി ഈ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ആ പാർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് ആ വെലോസിറ്റി ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഒരു v0 ആണ് വിചാരിക്കാം. v0 എന്നൊരു ഇനീഷ്യലി v0 എന്നൊരു ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ vx is equal to v0 plus എന്താ x q e divided by m into t. So this will be the velocity of this particle after a time t. ഒരു t ടൈം കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, സോ ഇതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു ടി ടൈം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെലോസിറ്റിയും. ഓക്കെ, ഇനി നോക്കുക,
ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സും കൂടെ നമ്മൾ പരിശോധിക്കണം. കാരണം ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഇരിക്കുന്ന എവിടെയാണ്? ഒരു കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പൊ എന്തായിരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0. എന്താ കാരണം? This is moving along the field. This particle is moving along the field, and we already studied that when a charged particle is moving along the field or against the field, it will experience zero force. അത് zero force ആയിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അത് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യൂല. കാരണം ഇവിടെ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പാരലൽ ആണ്. So the magnetic force experienced by this particle will be zero, since velocity vector parallel to magnetic field vector. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നമ്മൾ അടുത്ത കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പാർട്ടിക്കിള് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. റെഡി അല്ലേ? ഇനി നോക്കുക, നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെയായിരുന്നു? ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെയായിരുന്നു ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് പകരം നോക്കുക, അതിന് പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിള് ഈ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്തത്. ഫീൽഡിലോട്ട് ഇതാ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്തത്. ഇതാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ. എം മാസ് ഉള്ള ക്യൂ ചാർജ് ഉള്ള നമ്മുടെ പാർട്ടിക്കിൾ. ആൻഡ് ദിസ് പാർട്ടിക്കിൾ ഈസ് എൻറ്ററിങ് ഇൻ ടു ദ ഫീൽഡ് നോർമലി പെർപെൻഡിക്കുലർലി. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് ഫീൽഡിലോട്ട് എൻറ്റർ ചെയ്യുന്നത്. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. അത് ഏത് ഡയറക്ഷനിലുള്ളത്? y ഡയറക്ഷനിലാണ്. സോ ഇതിന് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്തായിരിക്കും പറഞ്ഞേ? എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്താണ്? ഇനീഷ്യലി വെലോസിറ്റി എലോങ് എക്സ് ഡയറക്ഷൻ എന്താണ്? 0 ആണ്. കാരണം ഇത് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്നത്. സോ ഈ ഡയറക്ഷനിൽ അതിന് എന്തില്ല? വെലോസിറ്റി ഇല്ല. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കാം അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസിനെ കുറിച്ച്. ആദ്യം നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തായാലും ഈ ചാർജ് പാർട്ടിക്കിളോട് വെച്ചാലും ഇതിന് ഇങ്ങോട്ട് വെലോസിറ്റി ഉണ്ടെങ്കിലും ദിസ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ്. ഇത് ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഫോഴ്സ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് എലോങ് എക്സ് ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും? QE അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എലോങ് എക്സ് ഡയറക്ഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നേരത്തെ പറഞ്ഞ അതേപോലെ QE divided by m. QE divided by m. And you may be asked to find the velocity of this particle after a time t. So we can write v is equal to u plus at vx ux ax. Okay, ഈ ux initial velocity along x direction എന്താണ്? 0 ആണ്. So vx is equal to 0 plus എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ux എന്താണ്? 0 ആണ്. ux എന്താണ്? 0 ആണ്. ഓക്കെ, സോ vx is equal to ax എന്താണ്? QE divided by m into t. QE divided by m into t. ഇതാണ് ഒരു ടി ടൈം കഴിഞ്ഞാൽ അതിന്റെ എക്സ് ഡയറക്ഷനിൽ എന്തായിരിക്കും വെലോസിറ്റി എന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ളത്. ഇനി നോക്കാം, ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് കാരണം അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് Fm ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റയിലെ തീറ്റ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്താൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് മാക്സിമം ഫോഴ്സ്. സോ മാക്സിമം ഫോഴ്സ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, QVB. ഇത് v ഏത് ഡയറക്ഷനിലാണ്? v0. ഈ ഡയറക്ഷനിലെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നു. ഓക്കെ, QV0 into d. സോ ഇതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി ഇതെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഏത് പാത്തായിരിക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടാവുക? ഈ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം അത് ഏത് പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക? സർക്കുലാർ പാത്ത് അല്ലെ? സോ സർക്കുലാർ മോഷൻ. എന്ത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്ത് മോഷൻ ഉണ്ടാവുന്നതാണ്? സർക്കുലാർ മോഷൻ ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഏത് മോഷൻ ആയിരിക്കും ഉണ്ടാവുക? അതാ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ്. സോ ഞാൻ ഇവിടെ പറയണേ
linear motion due to electric field. അപ്പൊ നോക്കേ, സർക്കുലർ മോഷൻ ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാ കഴിഞ്ഞ ടോപ്പിക്കിലൊക്കെ. എന്താണ്? R is equal to mv by qd. v എന്താണ്? v0. R is equal to mv0 divided by qb. സോ നമുക്ക് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്തും കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം. ഇത് ഫോളോ ചെയ്യുന്ന പാത്ത് ഏതായിരിക്കും പറയാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം സർക്കുലർ മോഷൻ, മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് കാരണം സർക്കുലർ മോഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ലീനിയർ മോഷൻ ഉണ്ട്. സോ അത് സർക്കുലർ മോഷൻ ആൻഡ് ലീനിയർ മോഷൻ ഇഫക്റ്റീവ്ലി പ്രൊഡ്യൂസ് ഹെലിക്കൽ മോഷൻ. സോ ഇഫക്റ്റീവ്ലി പ്രൊഡ്യൂസ് എ ഹെലിക്കൽ മോഷൻ എന്ന് വെച്ചാൽ അതിന്റെ പാത്തിങ് ആയിരിക്കും. പക്ഷേ ഈ ഹെലിക്കൽ മോഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഹെലിക്കൽ മോഷൻ എന്താ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും. ഇതിനാണ് നമ്മൾ പിച്ച് എന്ന് വിളിച്ചത്. പിച്ച് P1, ഇത് P2, ഇത് P3 എന്ന് കൊടുത്തു. ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും P1ഉം P2ഉം P3യും എല്ലാം ഈക്വൽ ആണ്. ശരി ശ്രദ്ധിക്കണേ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ ഈഫ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ പിച്ച് 3ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ പിച്ചും സെയിം ആയിരിക്കും. ബിക്കോസ് ദിസ് പാർട്ടിക്കിൾ ഈസ് നോട്ട് ആക്സിലറേറ്റിംഗ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് x ആക്സിസ്. ആ x ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഇല്ല, അതിന്റെ സ്പീഡ് കൂടൂല. എക്സ് ഡയറക്ഷനിൽ അത് ആക്സിലറേറ്റ് എന്ന് വെച്ചാൽ സ്പീഡ് കൂടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കൂല? അതിന്റെ പിച്ചിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഈ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കൂടി വരും. ആദ്യത്തെ ഒരു സൈക്കിളിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ ഒരു പക്ഷേ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. അടുത്ത സൈക്കിൾ അതിലേറെ ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 അല്ല എങ്കിൽ ഇഫ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 0 അലോങ് എക്സ് ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ പിച്ചിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ആ ഒരു പിക്ചർ എത്തിയിട്ടുണ്ടാവും അല്ലെ? ഇതാണ്, നോക്കിക്കോളൂ. നോക്കി, ഇതാണ് പിച്ച് P1. ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി കൂടി. അപ്പൊ ഇത് പിച്ച് P2, P1നേക്കാൾ കൂടുതലാണ്. ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ ഇത് ഒരു സെക്കൻഡ് കൊണ്ട് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അടുത്തൊരു സെക്കൻഡ് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. സോ ദിസ് ഈസ് P3. സോ ഹിയർ വി ക്യാൻ റൈറ്റ് P3 greater than P2 greater than P1. ഓക്കെ, സോ ഈ ഫിഗർ മൈൻഡിൽ വേണം. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ പിച്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ പിച്ച് എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ? അപ്പോ ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഹെലിക്കൽ മോഷൻ വരുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഹെലിക്കൽ മോഷൻ ആയിരിക്കും. പക്ഷെ പിച്ച് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് ഇൻക്രീസ് ചെയ്യും. പിച്ച് എന്ത് ചെയ്യുന്നുണ്ടാകും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ബോർഡ് എക്സാമിന് നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. ദീസ് ആർ ഓൺലി ഫോർ പർപ്പസ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കേസ് ഇവിടെ പറയുന്നുണ്ട്. ഇ ആൻഡ് ബി ആർ പാരലൽ എന്നുള്ള കേസ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതിൽ ബി എന്ന കേസ് വരുന്നുണ്ട്, ഇ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. അത് ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ലിസൺ. തേർഡ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും അതേ ഡയറക്ഷനിലായിരുന്നു വെലോസിറ്റി ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു. മൂന്നാമത്തെ കേസ് എന്തായിരിക്കും? യെസ്, ഒരു തീറ്റ ആംഗിളിലാണ് ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് വിചാരിക്കുക. ഇതാണ് നമ്മുടെ എം മാസ് ഉള്ള ക്യൂ ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആൻഡ് ദിസ് ഈസ് എൻ്ററിംഗ് ഇൻ ടു ദ ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആംഗിള് അത് എൻ്റർ ചെയ്യണേ. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. v0 എന്ന വെലോസിറ്റിയിൽ തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്തു. ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി, അത് ഹെലിക്കൽ മോഷൻ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലോട്ട് പോകാം.
നേരത്തെ പറഞ്ഞതുപോലെ ഈ വെലോസിറ്റിയെ നമുക്കൊന്ന് റിസോൾവ് ചെയ്യാം. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ട് v0 cos θ കിട്ടും. പിന്നെ ഒന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് v0 sin θ നമുക്ക് എടുക്കാം. റെഡി? ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe along x direction is equal to QE. F is equal to QE. ഇത് നമുക്ക് ആക്സിലറേഷൻ എഴുതാൻ പറ്റും. ആക്സിലറേഷൻ x direction is equal to QE divided by M. So ആക്സിലറേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളോട് ചോദിക്കുകയാണ് what is the velocity of this particle after a time t എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? V is equal to U plus AT. V along x direction, initial velocity along x direction, acceleration along x direction. So velocity along x direction after a time t is equal to ഒന്ന് പറഞ്ഞേ എന്താ അവിടെ ux? Yes, v0 cos theta. So v0 cos theta plus x എന്താ QE divided by M into t. Ready? So these are all about the electrostatic force and the velocity of this particle. Okay? The acceleration. This okay. ഈ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു QVB. തീറ്റ ആംഗിളിൽ എൻ്റർ ചെയ്തത് കൊണ്ട് QVB sin theta will be its magnetic force, magnitude of magnetic force. ഈ V എന്താണ്? V0 ആണ്. Okay? So V0B sin theta. So this is the magnetic force experienced by this particle. ഇതിന്റെ നോക്കി ഇതെന്തായാലും സർക്കുലർ മോഷൻ ആയിരിക്കും അല്ലെ? ഈ V0 sin theta എന്ന ഈ കമ്പോണന്റ് കാരണം ശ്രദ്ധിക്കുക, V0 sin theta എന്ന ഈ ഒരു കമ്പോണന്റ് കാരണം അതിനെന്ത് മോഷൻ ഉണ്ടാകും? സർക്കുലർ മോഷൻ ഉണ്ടാകും. V0 cos theta കാരണം ലീനിയർ മോഷൻ ഉണ്ടാകും. V0 sin theta കാരണം അതിനെന്ത് മോഷൻ ഉണ്ടാകും? സർക്കുലർ മോഷൻ ഉണ്ടാകും. സോ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് നമ്മൾ എഴുതാറുള്ള എന്താ? MB by QB. Radius of circular path MB by QB ആണ്. But here the velocity is the V0 sin theta. വെലോസിറ്റി എന്താണ് ഇവിടെ? V0 sin theta ആണ് അല്ലെ? V0 sin theta എന്ന ഈ വെലോസിറ്റി കാരണമാണ് അതിന് സർക്കുലർ മോഷൻ ഉണ്ടാകുന്നത്. അപ്പൊ സർക്കുലർ പാത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കണം? V0 sin theta. ഇനി നമുക്ക് അത് ഫോളോ ചെയ്യുന്ന പാത്ത്, അതിന്റെ ട്രജക്ടറി എങ്ങനെയായിരിക്കും നോക്കാം. ഒരു കാര്യം ഉറപ്പാണ്, സർക്കുലർ മോഷൻ ഉണ്ട്, ഇത് കാരണം ലീനിയർ മോഷൻ ഉണ്ട്. ആൻഡ് ബോത്ത് വിൽ കളക്റ്റീവ്ലി പ്രൊഡ്യൂസ് എ ഹെലിക്കൽ മോഷൻ. അത് രണ്ടും കളക്റ്റീവ്ലി എന്തുണ്ടാക്കുക? ഒരു ഹെലിക്കൽ മോഷൻ. ആ ഹെലിക്കൽ മോഷന്റെ എക്സ് ഡയറക്ഷനിൽ അതിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതാണ് അതിന് പിച്ച് പിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. നേരത്തെ പറഞ്ഞ കേസിലുള്ളത് പോലെ തന്നെ. പക്ഷെ പിച്ച് ഇൻക്രീസ് ചെയ്യാൻ കാരണമായ വെലോസിറ്റി V0 cos θ ആണ്. കഴിഞ്ഞ കേസിൽ പിച്ച് ഇൻക്രീസ് ചെയ്യാൻ കാരണമായ വെലോസിറ്റി എന്തായിരുന്നു? കഴിഞ്ഞ കേസിൽ കേസ് 2 ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന് വെലോസിറ്റി ഇല്ലായിരുന്നു, പക്ഷെ അത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ടൈം ടി ഇതാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്തായാലും പിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ ഹെലിക്കൽ പാത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ നോക്കാം. ഇങ്ങനെയായിരിക്കും അതിന്റെ ഹെലിക്കൽ പാത്ത് വരുന്നുണ്ടാവുക അല്ലെ? ഇതിൽ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. പിച്ച് നോക്കിയേ, ആദ്യം പിച്ച് ഇതാണ് പിച്ച് P1. ഫസ്റ്റ് സൈക്കിളിലെ പിച്ച് P1, സെക്കൻഡ് സൈക്കിളിലെ പിച്ച് P2, തേർഡ് സൈക്കിളിൽ പിച്ച് P3. അപ്പൊ പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. P3 ഗ്രേറ്റർ ദാൻ P2 ഗ്രേറ്റർ ദാൻ P1. പിച്ച് ഈസ് ഇൻക്രീസിങ്. അപ്പൊ പിച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞ രണ്ട് കേസിലും അതിന്റെ പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ഉണ്ട്. അതിനൊക്കെ എന്താ കാരണം? ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് പിച്ച് ഇൻക്രീസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ കേസിലൊക്കെ പഠിച്ചതുപോലെ അതിന് എന്തുണ്ടാവില്ല? പിച്ച് ഇൻക്രീസ് ഉണ്ടാവില്ല.